വിശാഖപട്ടണത്ത് നിന്നും കണ്ടെത്തിയ 13-കാരിയെ മറ്റന്നാൾ കേരളത്തിലെത്തിക്കും. കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമെന്ന് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അറിയിച്ചു. കുട്ടിക്ക് മാതാപിതാക്കളിൽ നിന്ന് മർദ്ദനമേറ്റിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുമെന്നാണ് പോലീസിന്റെ പ്രതികരണം. കേരളം പ്രാർത്ഥനകളോടെ കാത്തിരുന്ന കഴക്കൂട്ടത്തെ ആ 13 വയസ്സുകാരി വിശാഖപട്ടണത്തെ ഈ ഗേൾസ് ഹോമിൽ സുഖമായി കഴിയുന്നു. നല്ല വസ്ത്രവും ഭക്ഷണവും കുറച്ച് നല്ല കൂട്ടുകാരുമൊക്കെയായി ജീവിതത്തിൻ്റെ പഴയ താളത്തിലേക്ക് കുട്ടി പതിയെ മടങ്ങി വരികയാണ്. രാവിലെ ഇപ്പോൾ സംസാരിച്ചിരുന്നു. കുട്ടി നമ്മൾ കണ്ട ഉടനെ തന്നെ കുട്ടി ചിരിച്ചുകൊണ്ട് ഓടി വന്നു. നല്ല ചിരിച്ച് സന്തോഷവതിയായിട്ട് തന്നെ ഇരിക്കുന്നു. കുട്ടിയെ പാർപ്പിച്ച ഗേൾസ് ഹോമുമായി ഇപ്പോഴും വിശാഖപട്ടണത്തെ കേരള കലാസമിതി പ്രവർത്തകർ നിരന്തരം ബന്ധപ്പെടുന്നുണ്ട്. ഇന്നലെ രാത്രി വൈകിയാണ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി കുട്ടിയെ ഏറ്റെടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. ഇനിയിപ്പോൾ കേരളത്തിൽ നിന്നുള്ള പോലീസ് സംഘം എത്തിയതിനു ശേഷമായിരിക്കും കേരളത്തിലേക്ക് കുട്ടിയെ മടക്കി കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ആരംഭിക്കുക. രണ്ട് വനിതാ പോലീസ് ഉദ്യോഗസ്ഥരടങ്ങുന്ന കേരളത്തിൽ നിന്നുള്ള സംഘം നാളെ ഉച്ചയോടെ വിശാഖപട്ടണത്തെത്തും. വൈദ്യപരിശോധന ഉൾപ്പെടെ ഇവിടുത്തെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് CWC കുട്ടിയെ കേരള പോലീസിന് കൈമാറും. 13-കാരിയെ മറ്റന്നാൾ തിരുവനന്തപുരത്ത് എത്തിക്കും. ആ കുട്ടി ഇപ്പോൾ വൈശാഖിലുള്ള CWCയുടെ കൺട്രോളിലാണ്. അവർ ആ കുട്ടിയെ കസ്റ്റഡിയിൽ വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് ടീം അവരെ റിക്കവർ ചെയ്യാൻ പോയിട്ടുണ്ട്. അവർ നാളെ രാവിലെയോടുകൂടി എത്തും. എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ ലീഗൽ പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്തതിനു ശേഷം കേരള പോലീസ് അവരെ കൊണ്ടുവന്ന് കോടതിയിൽ ഹാജരാക്കി അവരെ കുട്ടിയുടെ മാതാപിതാക്കളെ ഏൽപ്പിക്കും. കുട്ടി എന്തിന് വീട് വിട്ടിറങ്ങിയെന്ന ചോദ്യത്തിന് ഇതുവരെ കൃത്യമായ ഉത്തരം കിട്ടിയിട്ടില്ല. അതിനായി കുട്ടിയുടെ മൊഴി പോലീസ് വിശദമായി രേഖപ്പെടുത്തും. എന്നാൽ അത്തരം നടപടികൾ കേരളത്തിലെത്തിച്ചതിന് ശേഷം മാത്രമേ ഉണ്ടാവൂ എന്നാണ് പോലീസ് പറയുന്നത്. വിശാഖപട്ടണത്ത് നിന്നും ടീം 24.